ഇപ്പം ഈ ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ളവർക്കും പുറത്ത് പോയിട്ട് ചെയ്യാം ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മളൊരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെറിറ്റാണ്. ഹാവിങ് സെഡ് ദാറ്റ്, അവിടെ ഒരു മെറിറ്റ് വെക്കുമ്പോഴാണ് അർഹരായിട്ടുള്ള കുട്ടികൾക്ക് ആ ഒരു അവസരം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് നമ്മൾ അവിടെ വെച്ചിട്ടുള്ളത്, 1.99 lakhs എന്ന് പറയുന്നിടത്ത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു എൻട്രി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ളൊരു എൻട്രി ക്രൈറ്റീരിയ അല്ല. ഇപ്പോൾ എല്ലാവർക്കും ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രി ക്രൈറ്റീരിയ കൂടിയാണ് 1.99 lakhs എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ ബിടെക് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇവർ സി അത്യാവശ്യം +2-ന് 85% മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികളാണ്. എവിടെയും നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല അവരുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്. എന്തുകൊണ്ടോ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ ഒരു എക്സ്റ്റെൻറ്റ് വരെ കുറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിലിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ അത് തന്നെയായിരിക്കും ഒരു പക്ഷേ അവർക്ക് ഈ ഒരു അക്കാഡമിക് അച്ചീവ്മെൻറ്റ് കിട്ടാതെ പോയിട്ടുണ്ടായിരിക്കുക, ബിടെക് ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്ന കുട്ടികളുടെ കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് സ്പെഷ്യലി നല്ല മാർക്കുള്ള കുട്ടികൾ, +2-ൽ നല്ല മാർക്കുള്ള കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വലിയൊരു സമയം എടുക്കുന്നില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റേഴ്സിലോട്ട് പോകാനുള്ള ഓപ്ഷനുണ്ട്.